ഇനി വല്ല പേരുകളൊക്കെ ആണെങ്കിൽ പറയണം കേട്ടോ, ക്ലിയർ ആവണമെങ്കിലൊക്കെ പറയണം കേട്ടോ. ഓക്കെ, ഓക്കെ. നമ്മൾ ചാപ്റ്റർ 4 ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസിനെ കുറിച്ചാണ്. ഓക്കെ, കുഴപ്പമില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കും റെക്കോർഡ് ക്ലാസ്. നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റൽസിന് 6 കാറ്റഗറീസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ ദ ബേസ് ഓഫ് സൈസിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റലിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ഇനി ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ വീണ്ടും നമ്മുടെ ഹോസ്പിറ്റൽസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേഷ്യറി കെയർ, ആ കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിലും ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ, പബ്ലിക് ഹോസ്പിറ്റൽ, അതേപോലെ എന്താണ് സെമി ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അങ്ങനെ ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഓഫ് മെഡിസിൻ, ഏത് മെഡിസിൻസിന്റെ ഏത് ബ്രാഞ്ച് ഓഫ് മെഡിസിൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആയുർവേദ അല്ലെങ്കിൽ അലോപ്പതി, ഹോമിയോപ്പതി, യുനാനി, സിദ്ധ, ഏത് ബ്രാഞ്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, കുറച്ച് നാളത്തേക്കാണ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ഷോർട്ട് ടൈം ഹോസ്പിറ്റൽസ്, ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്കാണെങ്കിൽ ലോങ് ടൈം ഹോസ്പിറ്റൽസിനും പറഞ്ഞു ലോങ് പീരീഡ് ഓഫ് ടൈം ഹോസ്പിറ്റൽ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. There are different types of hospitals and each type has its own characteristics. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ഹോസ്പിറ്റലിലും പല പല ഹോസ്പിറ്റൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ചുറ്റുപാടുള്ളത് പല പല ടൈപ്പ് ഹോസ്പിറ്റൽസ് ആണ്. അത് ഓരോ ഹോസ്പിറ്റൽസിലും അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ്, ഓരോ ഹോസ്പിറ്റൽസിലും അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ്, സ്ട്രെങ്ത്, അതേപോലെ പോരായ്മകളും ഉണ്ട്. Owing to various impacts, it is necessary to classify to understand its types. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം, ഏതൊക്കെ ടൈപ്പ് ഹോസ്പിറ്റൽസ് ആണ്, എന്ത് ക്ലാസിഫിക്കേഷൻസ് ആണ് ഹോസ്പിറ്റൽസിന്റെ പേര് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് പഠിക്കുന്നത്. The hospital can be classified on the following basis. താഴെ പറയുന്ന ബേസിസിലാണ് ഹോസ്പിറ്റൽസ് എന്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആണ് സൈസ്. എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, സൈസ്, ലെവൽ ഓഫ് കെയർ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് ലെങ്ത് ഓഫ് സ്റ്റേ. ഇത്രയും ബേസിലാണ് നമ്മുടെ ഹോസ്പിറ്റൽസിന് ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തേതാണ് ഫസ്റ്റത്തേതാണ് നമ്മൾ സൈസിന്റെ ബേസിൽ എങ്ങനെയാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പറയുന്നത്. നമ്മുടെ സൈസിന്റെ ബേസിൽ എങ്ങനെയാണ് ഹോസ്പിറ്റൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽസ്. അപ്പൊ നോക്കാം. സൈസ് ഓഫ് ആൻ ഹോസ്പിറ്റൽ is generally measured by the number of patients in the bed it offers. അപ്പൊ സൈസിന്റെ കാര്യം പറയുമ്പോ എത്ര പേഷ്യൻസിനാണ് നമ്മൾ ബെഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര പേഷ്യൻസിനെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ സൈസിന് എന്ത് ചെയ്യുന്നത്, സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റലിൽ പറയണത്. ഓൺ ദി ബേസ് ഓഫ് സൈസ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, നമ്മുടെ സൈസിന്റെ ബേസിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. 3 ആയിട്ടാണ് നമ്മൾ സൈസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതെല്ലാമാണ്, സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇതിലും സ്മോൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 30 ബെഡ്, ലെസ് ദാൻ 30 ബെഡ് ആയിരിക്കും ഇവിടുത്തെ ഫെസിലിറ്റീസ് പറഞ്ഞത്. 30 ബെഡിൽ താഴെയുള്ള പേഷ്യൻസിനെ മാത്രമാണ് നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യുന്നത്, സ്മോൾ ഹോസ്പിറ്റൽസിൽ ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവർ ഓഫർ ചെയ്യുന്ന എന്താ പറയുക, കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് കെയേഴ്സെ മാത്രം സ്മോൾ ഹോസ്പിറ്റലിലേക്ക് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള റിസോഴ്സസും എങ്ങനെയാണ് കമ്പാരിറ്റീവ്ലി കുറവാണ്.
അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ മേജർ ആയിട്ട് കാണുന്ന മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽസ് ഈ പറഞ്ഞ സ്മോൾ ഹോസ്പിറ്റൽസിന്റെ കീഴിലാണ് വരുന്നത്. കൂടുതൽ റൂറൽ ഏരിയ അതേപോലെ സബ് അർബൻ ഏരിയസിലാണ് നമ്മൾ ഈ സ്മോൾ ഹോസ്പിറ്റൽസിനെ കാണുന്നത്. നമ്മളുടെ വീടിന് ചുറ്റും ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, അതാണ് സ്മോൾ ഹോസ്പിറ്റൽസിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എന്താണ്? ഹെൽത്ത് സെന്റേഴ്സ് കേട്ടോ. അപ്പൊ എന്താണ്, അതേപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യില്ല. കാരണം എന്താണ്, ലിമിറ്റഡ് റിസോഴ്സ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽസിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സർവീസും മിക്കവാറും ഭൂരിഭാഗം സർവീസും പുറത്തേക്കാണ് ഔട്ട്സോഴ്സ് ചെയ്യാറാണ് പതിവ്. പുറത്തേക്ക് റെഫർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാറാണ് പതിവ്. ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് വല്ല റേഡിയോളജിയുടെ വല്ല സ്കാനോ എക്സ്റേ അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ എവിടെ റെഫർ ചെയ്യും? നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലേക്കായിരിക്കും റെഫർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്മോൾ ഹോസ്പിറ്റൽസിൽ ഉള്ളത്. അതേപോലെ തന്നെ എമർജൻസി കെയർ അതേപോലെ ഇന്റൻസീവ് കെയർ സർജിക്കൽ കെയർ ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല സ്മോൾ ഹോസ്പിറ്റൽസിൽ. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിലൊന്നും ഈ പറഞ്ഞ ഫെസിലിറ്റി ഞാൻ പറഞ്ഞ പോലെ എമർജൻസി കെയർ സർവീസുകളോ ഒന്നും ഇല്ല. നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് മനസ്സിൽ വെക്കാം. നമുക്ക് നോക്കാം സ്മോൾ ഹോസ്പിറ്റലിനെ കുറിച്ച്. The hospital with approximately 30 or less than beds are generally recognized as small hospitals. 30 അതിൽ താഴെയോ ബെഡുള്ള ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. 30 അതിൽ താഴെയോ ബെഡുള്ള ഹോസ്പിറ്റൽസിന് നമ്മൾ എന്ത് പറയും? സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയും. സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സ്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എക്യുപ്മെന്റ്സ് ആവട്ടെ, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ആവട്ടെ, സ്റ്റാഫുകളാകട്ടെ എല്ലാവരും ലിമിറ്റഡ് ആയിരിക്കും, പരിമിതമായിരിക്കും, കുറവായിരിക്കും. ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻ കെയർ സർവീസ്. ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ അങ്ങനെ എടുക്കില്ല. ഹൈലി എൻ കെയർ എന്ന് വെച്ചാൽ കുറവായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കെയർ ഒക്കെ കുറച്ച് കുറവായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആ സ്മോൾ ഹോസ്പിറ്റൽ. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഭൂരിഭാഗം ഹോസ്പിറ്റൽസും എങ്ങനെയാണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. എസ്പെഷ്യലി ഇൻ അവർ സബർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. സബർബൻ അതേപോലെ റൂറൽ ഏരിയാസിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗം നമ്മൾ കാണുന്ന ഹോസ്പിറ്റൽസും എങ്ങനത്തെ ഹോസ്പിറ്റൽസ് ആണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. It is the common practice in small hospitals to outsource various services such as laboratory, radiology, pharmacy. അപ്പൊ എന്താണ് കോമൺ പ്രാക്ടീസ് ആണ്? എങ്ങനെ സ്മോൾ ഹോസ്പിറ്റൽസിന്റെ കോമൺ പ്രാക്ടീസ് എന്താണ്? പുറത്തേക്ക് സർവീസ് എഴുതാം, ടെസ്റ്റിലൊക്കെ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എഴുതും. അതേപോലെ തന്നെ റേഡിയോളജി, സ്കാൻ, എക്സ്റേ ഒക്കെ എടുക്കാനായിട്ട് അവര് പുറത്തേക്കാണ് റെഫർ ചെയ്യുന്നത്. അതേപോലെ മെഡിസിന്റെ കാര്യത്തിലായാലും അവിടെ അവൈലബിൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പുറത്തേക്ക് എഴുതാൻ മെയിൻ ചെയ്യാറ് നമുക്ക് ഫാർമസിയിലോ എവിടെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കാറ് പതിവ്. അപ്പൊ റേഡിയോളജി, ലാബും അതേപോലത്തെ റിലേറ്റീവ് സർവീസ് ഒക്കെ സ്മോൾ ഹോസ്പിറ്റൽസ് ഒക്കെ എന്താ ചെയ്യാറ്? ഔട്ട്സോഴ്സ് ആണ് ചെയ്യാറ്. ഔട്ട്സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ടുള്ള സർവീസിനാണ് നമ്മൾ ഔട്ട്സോഴ്സ് സർവീസ് എന്ന് പറയുന്നത്. Emergency care, intensive care, and surgical care facilities are usually at a very basic level in the hospital. നമ്മുടെ ഈ ഹോസ്പിറ്റൽ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് പറ്റിയ ആൾക്കാരൊന്നും അവിടെ അഡ്മിറ്റ് ആക്കൂല, അല്ലെങ്കിൽ അവർ ട്രീറ്റ് ചെയ്യും. ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഭയങ്കരമായിട്ട് ആക്സിഡന്റിനെ പറ്റിയ ആൾക്കാരാണെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്കോ ഒക്കെയാണ് വിടാറ്. അവിടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറില്ല. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളൊന്നും എവിടെ കുറവാണ്? സ്മോൾ ഹോസ്പിറ്റലിന്റെ കേസിൽ കുറവാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ ആദ്യം നോക്കിയത് ഏതാണ്? സ്മോൾ ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. അടുത്ത ടോപ്പിക് ആണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ഇവിടെ വരുന്നത് ബെഡിന്റെ ഒക്യുപ്പൻസിയിലാണ് മാറ്റം വരെയെന്ന് പറഞ്ഞില്ലേ? 30 to 100 ബെഡ് വരെ, 30 മുതൽ 100 ബെഡ് വരെ എവിടെ ഉണ്ടാവും? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. 100നേക്കാളും താഴെ നിൽക്കും കേട്ടോ. ഇത് നമ്മുടെ ഇന്ത്യയിലൊക്കെ വെരി പോപ്പുലർ ആണ്. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ഏതാണ്? താലൂക്ക് ഹോസ്പിറ്റലാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി റിസോഴ്സ് കൂടുതലായിരിക്കും. അത്യാവശ്യം കുറച്ചും കൂടി മോർ റിസോഴ്സ് ആയിരിക്കും എവിടെ ഉണ്ടാകുന്നത്? നമ്മുടെ മിഡ് സൈസ് ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം ബെറ്റർ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതേപോലെ കുറച്ചും കൂടി സർവീസുകൾ അവർ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെ വരുമ്പോൾ മിഡ് സൈസ് ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോൾ
നോക്കാം. മിഡ്-സൈസ്ഡ് ഹോസ്പിറ്റൽ typically having 30 to 100 ബെഡ്സ്. നമ്മുടെ മിഡ് സൈസ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ നമുക്ക് എത്ര ബെഡുകൾ ഉണ്ടാവും? 30 മുതൽ 100 വരെ ബെഡുകൾ ഉണ്ടാവും. ആർ ഓൾസോ വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയില് കൂടുതലായിട്ട് പോപ്പുലർ ആയിട്ടുള്ളൊരു ഫോമാണ് ഇത് മിഡ് സൈസ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ, ക്ലിയർ ആവുമെങ്കിൽ അത് മെസ്സേജ് വന്നേ, അതുകൊണ്ടാണ് കേട്ടോ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് മിഡ് സൈസ് ഹോസ്പിറ്റൽ. നമ്മുടെ മിഡ് സൈസ് ഹോസ്പിറ്റലില് എങ്ങനെയാണ് 30 മുതൽ 100 വരെ ബെഡുകളാണ് ഉള്ളത്. They have more resources than small hospitals. നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി റിസോഴ്സസ് കൂടുതലാണ് എവിടെ? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ. ആൻഡ് ആർ ബെറ്റർ equipped to provide complex service. അതേപോലെ തന്നെ കുറച്ചും കൂടി എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എക്യുപ്മെന്റ്സ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. However, they are not so comprehensive as large hospital. എക്യുപ്മെന്റ്സ് ഡൗൺ എന്നേ ഉള്ളൂ. പക്ഷെ ലാർജ് ഹോസ്പിറ്റൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള അത്രയും മോഡേൺ അല്ലെങ്കിൽ അങ്ങനെ ഇൻക്ലൂഡ് എക്യുപ്മെന്റ്സ് ആയിരുന്നില്ല, അത്രയും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള എക്യുപ്മെന്റ്സ് എവിടെ ഉണ്ടാവും? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ്. They generally offer reasonable level of emergency and intensive care. അതേപോലെ തന്നെ ഇവിടെ ഓഫർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള കെയറും അതേപോലെ എമർജൻസി കെയറും ഇന്റൻസീവ് കെയറും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. And we have most clinical support such as diagnosis as in the house service. നോക്കാം. ഇവിടെ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ. ഡയഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പൊ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ, നമുക്ക് എന്തെങ്കിലും അസുഖം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അസുഖമൊക്കെ ഉണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഈ ഹോസ്പിറ്റലിൽ എന്ത് അവൈലബിൾ ആണ്? ആ സർവീസ് അവൈലബിൾ ആണ്. ഇൻ ഹൗസ് സർവീസ് ആണ്. ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഈ ടെസ്റ്റിങ്ങും അതേപോലെ റേഡിയോളജി സർവീസ് ലാബോറട്ടറി സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. ഏത് ഹോസ്പിറ്റലിൽ? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ. ഏത് ഹോസ്പിറ്റലാണ് അവൈലബിൾ അല്ലാതെ സ്മോൾ ഹോസ്പിറ്റലിൽ ഔട്ട്സോഴ്സ് ആണ് ചെയ്തത്. പുറത്തുനിന്നായിരുന്നു ഈ പറഞ്ഞ സർവീസ് ഒക്കെ എടുക്കണമെങ്കിൽ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്? അവൈലബിൾ ആണ്. അവിടെ ഉണ്ടാവും, ഹോസ്പിറ്റലിന്റെ അകത്ത് ഉണ്ടാവും. നോൺ ക്ലിനിക്കൽ സർവീസ് സച്ച് ആസ് ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എക്സെട്ര ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. നമ്മുടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിനെ നോക്കുമ്പോൾ ഈ ലോണ്ടറി സർവീസുകൾ ഉണ്ടല്ലോ, എന്താ പറയാ, പേഷ്യന്റ് യൂസ് ചെയ്യുന്ന ബെഡും ബെഡ്ഷീറ്റും അതേപോലെ തന്നെ പില്ലോ കവറൊക്കെ അവര് വാഷ് ചെയ്ത് സാനിറ്റൈസ് ഒക്കെ ചെയ്ത് തന്നെ ചിലപ്പോ വേറൊരാളായിരിക്കും പുറത്തേക്കായിരിക്കും കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് തന്നെ. അങ്ങനത്തെ യൂണിറ്റ്സ് ഒന്നും നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഫുഡ് സർവീസ് എന്ന് വെച്ചാൽ ക്യാൻറ്റീൻ ഒന്നും ചിലപ്പോൾ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ ഉണ്ടാവാറില്ല. ഹൗസ് കീപ്പിംഗ് ഒന്നും എവിടെ ഉണ്ടാവില്ല, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പുറത്തുനിന്നായിരിക്കും. പുറത്തുനിന്നാണെങ്കിൽ കോൺട്രാക്ട് ആയി കൊടുക്കുന്നത്. എന്ത്? ഫുഡ് സർവീസ്, ക്യാൻറ്റീന് കോൺട്രാക്ട് എടുക്കും. അതേപോലെ ഹൗസ് കീപ്പിംഗ് ഒക്കെ പുറത്തുനിന്ന് ആൾക്കാരായിരിക്കും അത് ചെയ്യണത്. ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ഈ പറഞ്ഞ സർവീസ് ഒക്കെ മിക്കവാറും ഔട്ട്സോഴ്സ്, പുറത്തുനിന്നുള്ള ഔട്ട്സോഴ്സ് ചെയ്യാറ്, പുറത്തുനിന്നാണ് ആശ്രയിക്കാറ്. ഓക്കെ, അപ്പൊ നമ്മൾ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ആണ് പറഞ്ഞത്. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റല് ബെഡിന്റെ ഇതിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 30 to 100 ബെഡ്, 30 മുതൽ 100 താഴെ ബെഡ് ഓക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏത് ഹോസ്പിറ്റൽ എന്ന് പറയും? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയും. നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലിനേക്കാളും കുറച്ച് ബെറ്റർ എക്യുപ്മെന്റ്സും അത്യാവശ്യം ഫെസിലിറ്റീസും എവിടെയുണ്ട്? നമ്മുടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിലുണ്ട്. എന്നാൽ ലാർജ് ഹോസ്പിറ്റലിന് അത്രയും ഫെസിലിറ്റീസ് ഇല്ലതാണ്. ഇതേപോലെ തന്നെ അത്യാവശ്യം നമുക്ക് റീസണബിൾ എമർജൻസി അതേപോലെ തന്നെ ഇന്റൻസീവ് കെയർ സർവീസ് ഒക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മിഡ് സൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡയഗ്നോസിസ് സെന്റേഴ്സ്, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് ലാബോറട്ടറി സർവീസ്, റേഡിയോളജി സർവീസ്, അതേപോലെ ഫാർമസി ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ പുറത്തേക്ക് കൊടുക്കുന്ന സർവീസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ പുറത്തേക്ക് കൊടുക്കണ ആക്ടിവിറ്റീസ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് സർവീസ്, ക്യാൻറ്റീൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ലോണ്ടറി, ഞാൻ പറയൂ നമ്മുടെ വാഷ് ചെയ്ത് വരുന്നത് ബെഡ്ഷീറ്റ് പില്ലോ കവറൊക്കെ വാഷ് ചെയ്ത് വരുന്ന ആ ലോണ്ടറി സർവീസ്, ഹൗസ് കീപ്പിംഗ് ഒക്കെ മിക്ക ഹോസ്പിറ്റലും ഔട്ട്സോഴ്സ് ചെയ്യാറ്, പുറത്തേക്കാണ് നമുക്ക് കൊടുക്കാറ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ആണ്. ഇതിനെ കുറിച്ച് മനസ്സിലായോ? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ,
അപ്പൊ നമ്മുടെ സയൻസിന്റെ ബേസിലെ 2 ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അടുത്ത ഹോസ്പിറ്റൽ ആണ് ഏത്? ലാർജ് ഹോസ്പിറ്റൽ. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഒക്കെ കൂടി അത്യാവശ്യം ഫെസിലിറ്റീസും അത്യാവശ്യം സ്പെഷ്യലൈസ്ഡ് കെയറും സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അതൊക്കെ ഏതാണ്? ലാർജ് ഹോസ്പിറ്റൽസിന്റെ കീഴിലാണ് വരുന്നത്. അതേപോലെ തന്നെ സ്മോൾ ഹോസ്പിറ്റലിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഹെൽത്ത് സെന്റേഴ്സ്, മിഡ് സൈസ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ പറഞ്ഞാൽ താലൂക്ക് ഹോസ്പിറ്റൽ ആണെങ്കിൽ, ലാർജ് ഹോസ്പിറ്റലിനുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ എന്താ പറയാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് ആവശ്യമുണ്ട്. ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ്. അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഏതൊരു എക്സാമ്പിൾ ആണ്? ലാർജ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. ലാർജ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ 100ഓ അതിൽ കൂടുതലോ പേഷ്യൻസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെന്റ് അറ്റ് എ ടൈം ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവിടെ ഫെസിലിറ്റീസ് ഉണ്ടാവും. അല്ലെങ്കിൽ 100ഓ അതിൽ കൂടുതലോ പേഷ്യൻസിന് എന്തുണ്ടാവും? ബെഡ് ഉണ്ടാവും. അങ്ങനത്തെ ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ലാർജ് ഹോസ്പിറ്റൽസ് ഓഫർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി സർവീസ്, ഒരുപാട് സ്പെഷ്യാലിറ്റി സർവീസുകൾ അതിൽ ഓഫർ ചെയ്യുന്നുണ്ടാവും. ഒരു ഹോസ്പിറ്റലിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്താ പറയാ സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ലാർജ് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്. അതേപോലെ എന്താണ് നമ്മുടെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് കോംപ്ലക്സ് ഓഫ് പേഷ്യൻസിനോ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ ICU, അതേപോലെ ഓപ്പറേഷൻ തിയേറ്റർ, അതേപോലെ എമർജൻസി കെയർ യൂണിറ്റ്, പിന്നെ എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇതെല്ലാം എങ്ങനെയാണ്? വെൽ ഓക്യുപ്പൈഡ് ആണ്. ഏറ്റവും നല്ല സ്റ്റാൻഡേർഡിലായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാബോറട്ടറി സർവീസും റേഡിയോളജി സർവീസും അവിടെ ലാർജ് ഹോസ്പിറ്റൽസിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. നമ്മളിവിടെ പറഞ്ഞു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലില് ഡയഗ്നോസ്റ്റിക് ഇൻ ഹൗസ് ഹോസ്പിറ്റൽസ് ആണ് പറഞ്ഞത്. ഡയഗ്നോസിസ് ഇങ്ങനെ ലാബോറട്ടറി സർവീസ് മിഡ് സൈസ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവും. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അവിടെ ലാബ് ഉണ്ടാവും. പക്ഷേ എക്സ്റേ എടുക്കുന്ന യൂണിറ്റും അതേപോലെ തന്നെ CT സ്കാൻ ഒക്കെ എടുക്കുന്ന യൂണിറ്റ്സും ഹോസ്പിറ്റലിന്റെ അകത്ത്, സ്കാൻ എടുക്കുന്ന യൂണിറ്റ്സ് ഒന്നും ഹോസ്പിറ്റലിന്റെ അകത്ത് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ലാർജ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ എന്തുണ്ടാവും? ലാബോറട്ടറി സർവീസ് കൂടാതെ റേഡിയോളജി സർവീസ് ഉണ്ടാവും. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ്, അതായത് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ടാവും. ഏത്? ലാബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ അത് പുറത്തേക്ക് പോയി എടുക്കേണ്ട കാര്യം വരില്ല. നമ്മളിപ്പോ കളമശ്ശേരി എക്സാമ്പിൾ പറയുന്നത് അതിനകത്താണ്. അപ്പൊ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾസ് പറയാം. സ്മോൾ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആയിരുന്നു പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ്. മിഡ് സൈസ് ഹോസ്പിറ്റലിന് പറഞ്ഞ എക്സാമ്പിൾ ആയിരുന്നു താലൂക്ക് ഹോസ്പിറ്റൽ. ലാർജ് ഹോസ്പിറ്റലിന് പറഞ്ഞ എക്സാമ്പിൾ ആണ് ഏതാണ് പറഞ്ഞത്? മെഡിക്കൽ കോളേജ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ലാർജ് ഹോസ്പിറ്റലിന് അത് പറഞ്ഞ എക്സാമ്പിൾ ആണ്. നോക്കാട്ടോ, ഹോസ്പിറ്റൽ വിത്ത് മോർ ദാൻ 100 ബെഡ്സ്, 100 ബെഡ്സിൽ കൂടുതലുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് പറയും? ലാർജ് ഹോസ്പിറ്റൽ. ആർ റെക്കഗ്നൈസ്ഡ് ആസ് ലാർജ് ഹോസ്പിറ്റൽ. 100 ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. വെരി ഓഫൻ ദീസ് ഹോസ്പിറ്റൽ ഓഫർ മൾട്ടി സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ്. അപ്പൊ എന്താണ് നമ്മുടെ ലാർജ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ? എന്താണ്? മൾട്ടി സ്പെഷ്യാലിറ്റി സർവീസ്, അതേപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകളാണ് ലാർജ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലാർജ് ഹോസ്പിറ്റൽ ഹാവ് plentiful resources to handle large number of patient and complex health issues. അപ്പൊ ലാർജ് ഹോസ്പിറ്റൽസിന് അവിടെ ലാർജ് നമ്പർ ഓഫ് റിസോഴ്സസ് ഉണ്ട്. എന്തോരം? ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനും അതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ എന്ത് അവൈലബിൾ ആണ്? ഇത്രയും റിസോഴ്സ്, ലാർജ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഈ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ആവാം, എക്യുപ്മെന്റ്സ് ആവാം, അതേപോലെ തന്നെ അല്ലാത്ത സ്റ്റാഫുകളാവാം, നേഴ്സ് അങ്ങനത്തെ സ്റ്റാഫുകളാവാം, റൂമുകളുടെ കാര്യങ്ങളാവാം. ഇതൊക്കെയാണ് ഈ റിസോഴ്സസിൽ വരുന്നത്. റിസോഴ്സ് അവൈലബിൾ ആണ്. They typically have completely developed ICUs. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെവലപ്ഡ് ICUs എവിടെയുണ്ട്? ലാർജ് ഹോസ്പിറ്റൽസിലുണ്ട്. കൂടാതെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്. അപ്പൊ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനൊക്കെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ് വിചാരിച്ചത്. ടോപ്പ്
ഏറ്റവും മുകളിലത്തെ നിലയിലായിരിക്കും ഓപ്പറേഷൻ തിയേറ്റർ. ചിലപ്പോ ആ ഒരു ബ്ലോക്കിൽ ഫുള്ളും എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ വന്നിരിക്കുന്ന പേഷ്യൻസ് അവരെ മാത്രം കോംപ്ലക്സിൽ ഉണ്ടാവും. അങ്ങനത്തെ ഓരോ കോംപ്ലക്സുകൾ ഉണ്ടാവും. അതേപോലെ എമർജൻസി കെയർ യൂണിറ്റ് ആ ഒരു ഭാഗത്ത് എമർജൻസി കെയർ മാത്രമേ നോക്കുള്ളൂ. ഓൾ അതർ ക്ലിനിക്കൽ സപ്പോർട്ട് യൂണിറ്റ്സ് ബാക്കിയുള്ള ക്ലിനിക്കൽ സപ്പോർട്ട് യൂണിറ്റ്സ് ഏതൊക്കെയാണ് ലാബോറട്ടറി റേഡിയോളജി യൂണിറ്റ്സുകളൊക്കെ എവിടെ അവൈലബിൾ ആണ്? നമ്മുടെ ലാർജ് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആണ്. നമ്മുടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് തോന്നുന്നുണ്ട്. ലാബോറട്ടറി ആൻഡ് ലാബോറട്ടറി എന്നുള്ളത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് പ്രിന്റ് ഔട്ട് എടുത്ത നോട്ട് ആണെങ്കിൽ അത് വെട്ടിക്കളഞ്ഞിട്ടാ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ലാർജ് ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ 3 സൈസ് അല്ലെങ്കിൽ നമ്മുടെ സൈസിന്റെ ബേസിലുള്ള ഈ 3 ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? 3 ഹോസ്പിറ്റലിനെ കുറിച്ച് മനസ്സിലായോ? ഒരു കാര്യം തരാം, ഒരു 5 മിനിറ്റ് തരാം, ഒന്ന് വായിച്ചു നോക്കി. ഈ ഹോസ്പിറ്റൽസിനെ കുറിച്ച് ഒന്ന് വേഗം വായിച്ചു നോക്കി. 5 മിനിറ്റ് കേട്ടോ, 5 മിനിറ്റ് തരാം, ഒന്ന് വായിച്ചു നോക്കി കേട്ടോ. ഓക്കെ, എല്ലാരും വായിച്ചാ ടോപ്പിക്? ഞാൻ മ്യൂട്ട് മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഡൗട്ട് ആയിരുന്നെങ്കിലും വേറെ മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറഞ്ഞത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായ? എല്ലാ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഞാൻ അടുത്ത ടോപ്പിക് കണ്ടിന്യൂസ് ചെയ്തോട്ടെ. അപ്പൊ ഞാൻ അടുത്ത മിഡ് സൈസ് ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിള് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ താലൂക്കിലുള്ള ഹോസ്പിറ്റൽ മെയിൻ ആയിട്ട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഹോസ്പിറ്റൽ ഉണ്ടാവും. താലൂക്ക് ഹോസ്പിറ്റൽസ് ആണ് മിഡ് സൈസ് ഹോസ്പിറ്റൽസിനുള്ള എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി സൈസ് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ ലെവൽ ഓഫ് കെയറിന്റെ ബേസിലാണ് നമ്മുടെ ഹോസ്പിറ്റൽസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ ബേസിലാണ് നമ്മുടെ ഹോസ്പിറ്റൽസിനെ എത്രയായിട്ട് 3 വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റത്തെ കെയർ ആണ് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, പിന്നെ ടേർഷ്യറി കെയർ. ഏതൊക്കെയാണ്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേർഷ്യറി കെയർ. ഈ പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. പ്രൈമറി ഹെൽത്ത്
പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിനുള്ള എക്സാമ്പിൾ. ഞാൻ ഈ പറയുന്നത് ഗവൺമെന്റിന്റെ ലെവലിൽ നിന്നിട്ടാണ് പറയുന്നത്, ഗവൺമെന്റിന്റെ ബേസിലാണ് പറയുന്നത്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾസ്. പിന്നെ സെക്കൻഡറി കെയർ സെന്ററിലേക്ക് വരുമ്പോഴും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, താലൂക്ക് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അതേപോലെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഒക്കെ എന്തിന്റെ കീഴിൽ വരും? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന്റെ കീഴിൽ വരും. ടേഷ്യറി കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അസുഖങ്ങൾക്കും സെപ്പറേറ്റ് എന്തുണ്ടാവും? ഹോസ്പിറ്റൽസ് ഒക്കെ ഇവിടെ വരും. ടേഷ്യറി കെയർ ഹോസ്പിറ്റൽസ് തന്നെ മെയിൻ ആയിട്ട് മെഡിക്കൽ കോളേജ്, അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ചുണ്ടാവും. ഓരോ എന്താ പറയാ, ഓരോ അസുഖങ്ങൾക്കുള്ള ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ടേഷ്യറി കെയർ ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ അസുഖത്തിനും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും, ടേഷ്യറി കെയർ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവും. നമുക്ക് നോക്കാം. ലെവൽ ഓഫ് കെയർ ആണ്. Another basic of classifying hospital is the level of care. അതൊരു ക്ലാസിഫിക്കേഷൻസ് ആണ്. എന്ത് ലെവൽ ഓഫ് കെയറിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വിച്ച് ആർ ബേസിക്കലി 3. മൂന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേഷ്യറി കെയർ. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേഷ്യറി കെയർ. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി കെയർ. The hospital that provide basic medical care ഞാൻ ക്ലാസ്സിന്റെ കഴിഞ്ഞിട്ട് പറയട്ടെ, ഡൗട്ട് എത്താം. ഓക്കെ. The hospital that provide basic medical care such as outpatient consultation. തന്നെ പേഷ്യൻസിനെ മാത്രം കൺസൾട്ട് ചെയ്യും. നമ്മൾ ട്രീറ്റ്മെന്റ് ഇല്ല, ഇൻപേഷ്യന്റ് കൺസൾട്ടേഷൻസ് ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ സാധാരണ പേഷ്യൻസ് വന്ന് കണ്ടു പോകും. അങ്ങനെയാണ്. അതേപോലെ വാക്സിനേഷൻ, അതേപോലെ മെഡിസിൻസ്, ആ ഒരു ചെറിയ അസുഖത്തിനുള്ള മെഡിസിൻസ് ഒക്കെ ആയിരിക്കും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ പ്രൊവൈഡ് ചെയ്യണം. മെയിൻ ആയിട്ട് വാക്സിൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ ഹെൽത്തിൽ പോകാറ്. അപ്പൊ നോക്കാം. The hospital that provide basic medical care such as outpatient consultation, പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യാം. വാക്സിനേഷൻസ്, കുത്തിവെപ്പ് ഉണ്ടല്ലോ, TT, അതേപോലെ തന്നെ കുട്ടികളുടെ കുത്തിവെപ്പുകൾ, അതൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നാണ്. മെയിൻ ആയിട്ട് കുട്ടികൾക്കുള്ള വാക്സിൻസ് ഒക്കെ എടുക്കാറ്. അതേപോലെ തന്നെ നമ്മൾ TT ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ പ്രഗ്നന്റ് വുമൻസ് ഒക്കെ ഉണ്ട്, TT എടുക്കാനെങ്കിൽ അവിടെ പോയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? TT എടുക്കാറ്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാറ്. അതേപോലെ മെഡിസിൻസ് ഫോർ സിംഗിൾ അലൈൻമെന്റ്, ചെറിയ അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓർ സീസണൽ ഇൻഫെക്ഷൻസ്, നമ്മൾ ചില സീസണിൽ ചില അസുഖങ്ങൾ വരുന്ന അതിനുള്ള ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്താണ് സീസണൽ ഇൻഫെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴക്കാലത്താണെങ്കിൽ പനി കൂടുതലായിരിക്കും. അപ്പൊ പനിയുടെ മരുന്നുകളായിരിക്കും അവർ കൊടുക്കുന്നത്. അതേപോലെ നോർമൽ ഡെലിവറീസും എവിടെ എടുക്കാറുണ്ട്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ആരും നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒന്നും ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാറില്ല, ഓപ്റ്റ് ചെയ്യാറില്ല. ആർ കോൾഡ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ്. ഇങ്ങനത്തെ ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. In government system, primary health centers are the hospital that provide primary care. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് സെന്റർ എന്ന് പറയും. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആർ സിംഗിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സ്. ചെറിയൊരു ബിൽഡിംഗ്, അതിൽ അത്യാവശ്യം കുറച്ച് ഒരു 1-2 ഡോക്ടർമാരും അതിന് ഒരു കുറച്ച് നേഴ്സും അത്യാവശ്യം ലിമിറ്റഡ് ആയിരിക്കും. അവിടുത്തെ സ്റ്റാഫ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും ഒക്കെ ഇങ്ങനെയാണ് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും അവൈലബിൾ. പേഷ്യന്റ് നമുക്കൊരു എന്താ പറയുക ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ എന്താ പറഞ്ഞത്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. പേഷ്യന്റ് വരും, അസുഖം ഉണ്ടാകുന്ന ശരിക്കും അതിനുള്ള മരുന്ന് കൊടുക്കും, വിടും. അവിടെ ട്രീറ്റ്മെന്റ് ചികിത്സ ഇല്ല. വാക്സിനേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കുട്ടികൾക്കുള്ള വാക്സിൻസ്, അതേപോലെ TT അങ്ങനത്തെ വാക്സിൻസ് ഒക്കെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ സീസണൽ ഇൻഫെക്ഷനുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നോർമൽ ഡെലിവറിയും എവിടെ പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നത്. അതേപോലെ
നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിന് കീഴിൽ പ്രൈമറി ഹെൽത്ത് കെയർ ഹെൽത്ത് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആണ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസ് ഒരു സിമ്പിൾ ഓർഗനൈസേഷൻ ആണ്, ചെറിയൊരു ഓർഗനൈസേഷൻ ആണ്. കമ്പാരിറ്റീവ്ലി ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിന്റെ കയ്യിലുള്ളത്. സ്റ്റാഫിന്റെ കാര്യത്തിലാവട്ടെ, എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലാവട്ടെ, ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിന്റെ കാര്യത്തിലാവട്ടെ, എല്ലാവരും ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പൊ പ്രൈമറി കെയർ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അടുത്തതാണ് സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽസിന്റെ കാര്യം അല്ലെങ്കിൽ ഏതാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിന്റെ കാര്യമാണ് ഇതിലേക്ക് വന്നത്, സെക്കൻഡറി കെയറിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. These are the hospitals that offer medical care which is one level higher than the primary level. പ്രൈമറി ലെവലിനേക്കാളും കുറച്ചും കൂടി ഹയർ ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കെയർ എന്ന് പറയുന്ന സർവീസ്. Such hospital will offer treatments such as general surgery. ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറയാം. ജനറൽ സർജറിയുടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും, നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ് പ്രൊവൈഡ് ചെയ്യും, ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കുകൾ ഉണ്ടാവും, നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ് കോംപ്ലിക്കേഷൻസ് കുറവുള്ള സ്പെഷ്യാലിറ്റി സർജറീസും എവിടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യും. ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കുകൾ ഉണ്ടാവും, പ്രൊസീജിയേഴ്സ്. പിന്നെ സിസേറിയൻ ഡെലിവറീസ്, സി-സെക്ഷൻ ഡെലിവറീസും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ഗവൺമെന്റ് സിസ്റ്റം, നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് വെച്ചാൽ താലൂക്ക് ഹോസ്പിറ്റൽസ് and divisional and district hospitals are considered as secondary level hospitals. So എന്തിനൊക്കെയാണ് നമ്മൾ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, അതേപോലെ തന്നെ ഡിവിഷണൽ ഓർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിന് നമ്മൾ എന്ത് പറയും? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയും. സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സസ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽ. നമ്മുടെ പ്രൈമറി ഹോസ്പിറ്റലിനേക്കാളും കുറച്ചും കൂടി എന്താണ് പറയുക സ്റ്റാൻഡേർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ റിസോഴ്സസ് കുറച്ചും കൂടി കൂടുതലായിട്ടും എവിടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിൽ. ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസ്. കുറച്ചും കൂടി കൂടുതൽ എമർജൻസി കേസുകൾ അറ്റ് എ ടൈം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കുറച്ചും കൂടി ഡോക്ടേഴ്സ് ഉണ്ടാവും, കുറച്ചും കൂടി സ്റ്റാഫ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിനകത്ത് കൂടുതൽ കുറച്ചും കൂടി എന്താണ് സർവീസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ്-സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് described in early session generally offer secondary service. നമ്മൾ നേരത്തെ പറഞ്ഞു സ്മോൾ ഹോസ്പിറ്റൽസ്, അതേപോലെ മിഡ് സൈസ് ഹോസ്പിറ്റൽസ്, അതെല്ലാം എവിടെ കണ്ടത്? നമ്മുടെ സെക്കൻഡറി കെയർ സർവീസിന്റെ കീഴിലാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റൽസ് ഒക്കെ വരുന്നത് എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറയുമ്പോ നമ്മുടെ പ്രൈമറി കെയറിനേക്കാളും കുറച്ചുകൂടി ലെവൽ കൂടുതലായിരിക്കും, വൺ ലെവൽ ഹയർ ദാൻ പ്രൈമറി ലെവൽ. പ്രൈമറി ലെവലിനേക്കാളും കുറച്ചുകൂടി ഹയർ ലെവൽ സർവീസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ജനറൽ സർജറി പ്രൊവൈഡ് ചെയ്യും, നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി സർജറീസ് പ്രൊവൈഡ് ചെയ്യും, അതേപോലെ ഇന്റൻസീവ് കെയർ യൂണിറ്റുകൾ ഉണ്ടാവും. ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിൽ ബോത്ത് എടുക്കും, സിസേറിയൻ അതേപോലെ തന്നെ നോർമൽ എല്ലാ ടൈപ്പ് ഡെലിവറിയും ഹാൻഡിൽ ചെയ്തോളും. നമ്മുടെ ഗവൺമെന്റിന്റെ കീഴില് നമ്മുടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും എന്തിന് എക്സാമ്പിൾസ് ആണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സും സെക്കൻഡറി ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ ആണ് കുറച്ചും കൂടി ബെറ്റർ റിസോഴ്സസ് ഉണ്ടാവും. പ്രൈമറി കെയറിനേക്കാളും കുറച്ചും കൂടി റിസോഴ്സസ്, സ്റ്റാഫ് ആവട്ടെ, ഡോക്ടേഴ്സിന്റെ കാര്യമാവട്ടെ, എങ്ങനെയാവട്ടെ കുറച്ചും കൂടി കെയർ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ കേട്ടോ, ഗവൺമെന്റ് അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലും ഏത് കാറ്റഗറിയുടെ കീഴിലാണ് വരുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന്റെ കീഴിലാണ് വരുന്നത്. ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇപ്പൊ ഇന്നത്തെ ടോപ്പിക്കില് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന്റെ കാര്യത്തില്?
എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ക്ലിയർ ആയോ ഞാൻ എടുത്തത് സെക്കൻഡറി കെയർ? അപ്പൊ നമ്മള് എന്താണ് പറഞ്ഞിരിക്കുന്നത്, കെയർ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, പ്രൈമറി കെയർ കഴിഞ്ഞു, സെക്കൻഡറി കെയർ കഴിഞ്ഞു, ടേർഷ്യറി. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് കെയർ ആയിരിക്കും എവിടെ വരെ പ്രൊവൈഡ് ചെയ്യുന്നത്, ടേർഷ്യറി കെയർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണത്. അവർ കൂടുതൽ കുറച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ്, അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ടേർഷ്യറി ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾസ്, ടേർഷ്യറി കെയർ ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ഫീൽഡുകൾ ഉണ്ടാവും. ഒരു ഫീൽഡ് കാർഡിയാക്കിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ്, കാർഡിയാക് യൂണിറ്റ് ഉണ്ടാവും, ന്യൂറോണിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാവും, ക്യാൻസർ യൂണിറ്റ്സ് ഉണ്ടാവും. അതേപോലെ ഓരോ അതേപോലെ തന്നെ ഗൈനിക്കിന്റെ ഒരു യൂണിറ്റ് ഉണ്ടാവും. പല യൂണിറ്റ്സുകളും എവിടെ ഉണ്ടാവും, നമ്മുടെ ടേർഷ്യറി കെയർ ഹോസ്പിറ്റൽസിൽ പല പല യൂണിറ്റ്സ് ആയിട്ട് പല പല ഫീൽഡിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇത് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്താണ്, അത്രയും സർവീസ് പല എല്ലാ ഫീൽഡിലെ സർവീസും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് സർവീസുകളും എവിടെ പ്രൊവൈഡ് ചെയ്യും, ടേർഷ്യറി കെയർ സർവീസിൽ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ വെൽ എക്യുപ്പൈഡ് ആയിരിക്കും. എല്ലാ എക്യുപ്മെന്റ്സും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും എവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ എക്സ്പേർട്ട് ക്വാളിഫിക്കേഷൻസ് ആയിട്ട്, അതേപോലെ തന്നെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇവിടുത്തെ എന്താ പറയാ, ICUവിന്റെ കാര്യത്തിലാവട്ടെ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ കാര്യത്തിലാവട്ടെ, എന്താ പറയുക, നല്ല സൂപ്പർ ICU, അതേപോലെ തന്നെ നല്ല വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ആയിരിക്കും എവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ടേർഷ്യറി കെയർ ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജസ് ആണ് ഏത് ടേർഷ്യറി കെയർ ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതേപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമുക്ക് ടേർഷ്യറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. നോക്കാം ക്വസ്റ്റനിലേക്ക്. These are the hospital with the most advanced level of care. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ആരും എവിടെ പ്രൊവൈഡ് ചെയ്യണ, ടേർഷ്യറി കെയറിൽ പ്രൊവൈഡ് ചെയ്യണ. ജനറലി ദേ ഓഫർ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യണത്. Which required in the field of cardiac, neuro, nephro, cancer, etc. ഒരുപാടുണ്ട്, ഡയാലിസിസ്, അതേപോലെ ഒരുപാട് കാർഡിയാക്, അങ്ങനത്തെ ഒരുപാടുണ്ട് ഫീൽഡിലും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ടേർഷ്യറി കെയർ ഹോസ്പിറ്റൽ വിൽ ഹാവ് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സ്. ടേർഷ്യറി കെയറിലായിരിക്കും ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് ആയിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ദ ഡോക്ടേഴ്സ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ, ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഏറ്റവും ഹൈയസ്റ്റ് ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ടേർഷ്യറി കെയറിൽ ഡീൽ ചെയ്യുന്നത്. എക്സ്പെർട്ടൈസ്, ഓരോ ഫീൽഡിലും എക്സ്പേർട്ടുകളായിരിക്കും ആ ഫീൽഡിൽ എന്ത് ചെയ്യണത്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പൊ കാർഡിയാക്കിയ ഏറ്റവും നല്ല എക്സ്പേർട്ട് ആയിരിക്കും കാർഡിയാക്കിന്റെ ആ ഒരു യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. The operation theatre and ICU of such hospital will typically be state of art. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ, ICU അവിടെ ഏറ്റവും നല്ല എന്താ പറയാ, വെൽ എക്യുപ്പൈഡ് ആയിരിക്കും, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിലേക്ക് പറയുകയാണെങ്കിൽ, ഗവൺമെന്റ് സിസ്റ്റം, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആർ ടേർഷ്യറി കെയർ ഹോസ്പിറ്റൽസ്. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജസ് ആണ് ഏത് ടേർഷ്യറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പൊ നോക്കുക, നമ്മൾ പറഞ്ഞത് ലെവൽ ഓഫ് കെയറിന്റെ ബേസ്ഡ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടേർഷ്യറി കെയർ. പ്രൈമറി കെയർ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് നമുക്ക് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻസ് ആണ്. പുറത്തുനിന്ന് തന്നെ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യും, അവർക്ക് എന്താ മരുന്ന് വേണ്ടതെന്ന് പ്രൊവൈഡ് ചെയ്യും. വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ സീസണൽ ഇൻഫെക്ഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, നോർമൽ ഡെലിവറീസ് ഡീൽ ചെയ്യുന്നു. അത് കൂടാണ്ട് പ്രൈമറി ഹെൽത്ത്, നമ്മുടെ ഗവൺമെന്റ് സെക്ഷനിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
പ്രൈമറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഏതായിരുന്നു? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആയിരുന്നു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള റിസോഴ്സ് പ്രൈമറി ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസിലുള്ള റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റഡ് ആണ്, സിമ്പിൾ ഓർഗനൈസേഷൻ ആണ്, ലിമിറ്റഡ് റിസോഴ്സസ് ആയിരുന്നു അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡറി കെയർ ആണ് പറഞ്ഞത്. സെക്കൻഡറി കെയർ വരുമ്പോൾ പ്രൈമറി കെയറേക്കാളും കുറച്ചുകൂടി ഹൈ ലെവൽ, അല്ല അത് 1 ലെവൽ ഹയർ ആയിരിക്കും. പ്രൈമറി ലെവലിനേക്കാളും ഒരു ലെവൽ ഹയർ ആയിരിക്കും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? സെക്കൻഡറി കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനത്തെ ഹോസ്പിറ്റൽസ് എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ സർജറി പ്രൊവൈഡ് ചെയ്യും, നോൺ കോംപ്ലെക്സ് സ്പെഷ്യാലിറ്റി സർജറി, ഇത് കോംപ്ലെക്സ് അല്ലാത്ത സ്പെഷ്യാലിറ്റി സർജറീസ് പ്രൊവൈഡ് ചെയ്യും. ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക് ഉണ്ടാവും, അതുപോലെ തന്നെ സിസേറിയൻ ഡെലിവറീസ്, ഇതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് നമ്മുടെ ഗവൺമെന്റ് ബേസിലാണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, താലൂക്ക് ഹോസ്പിറ്റൽ, ഡിവിഷണൽ ഓർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും ഏതാണ്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ പ്രൈമറി ഹോസ്പിറ്റലിനേക്കാളും കുറച്ചുകൂടി വെൽ എക്യുപ്പൈഡ് ആയിരിക്കും ഇവിടെ സെക്കൻഡറി. എന്നാൽ നമ്മുടെ ഡിവിഷനിലൊക്കെ ഡെവലപ്പ് ആയിട്ടുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നായിരിക്കും ഇവിടെ ഉള്ളത് സെക്കൻഡറി ഹോസ്പിറ്റലിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ സൈസിന്റെ ബേസിൽ പറഞ്ഞ സ്മോൾ ഹോസ്പിറ്റലും മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലും, മെയിൻ ആയിട്ട് സ്മോൾ മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, നോട്ട് പോയിന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഇതിന്റെ കീഴിലാണ് വരുന്നത്? സെക്കൻഡറി ഹോസ്പിറ്റൽസിന്റെ കീഴിലാണ്, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന്റെ കീഴിലാണ് വരുന്നത്. ലാസ്റ്റ് ആണ് പറഞ്ഞത് ടെറിഷറി കെയർ ഹോസ്പിറ്റൽസ്. ഏറ്റവും ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, അതേപോലെ തന്നെ കെയർ ആയിരിക്കും അവർ എന്ത് കൊടുക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആയിരിക്കും. ഓരോ ഫീൽഡില് എക്സ്പെർട്ട് ആയിട്ടുള്ള ഹൈ ക്വാളിഫിക്കേഷൻ ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഓരോ ഫീൽഡിലും എന്ത് ചെയ്യണത്? ഹാൻഡിൽ ചെയ്യണത്. അതേപോലെ തന്നെ ഇവിടുത്തെ ICU, അതേപോലെ എന്താ പറയുക ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെൽ എക്യുപ്പൈഡ് ആയിരിക്കും. ഇനി എന്താ പറയുക, നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ കീഴില് മെഡിക്കൽ കോളേജ് ആണ് ടെറിഷറി ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഈ ലെവൽ ഓഫ് കെയർ ഒന്ന് വായിച്ചു നോക്കാം എല്ലാവരും. ഞാനൊരു 5 മിനിറ്റ് തരാം, ഒന്ന് വായിച്ചു നോക്കി. ലെവൽ ഓഫ് കെയർ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും വായിച്ചു കഴിഞ്ഞാ? ഓക്കെ, ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പില്ലേ ഇതിന്ന് പറയുന്നത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് കാണുമ്പോഴല്ല. ഞാൻ ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് പറഞ്ഞു നോക്കാം. അതിന്റെ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. നോക്കാം.
On the basis of size, the hospitals are divided into following categories. On the basis of type, size, the hospitals are classified into following type. സൈസിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാം, നമ്പർ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ചോദിക്കാം. അത് ഏതെല്ലാം ആണെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് എഴുതേണ്ടി വരും? സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ഈ 3 ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾ ഓഫ് ദ എബോ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഏതാ ടിക്ക് ചെയ്യുന്നത്? ഓൾ ഓഫ് ദ എബോ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ദ ഹോസ്പിറ്റൽ ഹാവ് ലെസ് ദാൻ 30 ബെഡ്സ്. ബെഡ് ലെസ് ദാൻ 30 ബെഡ്സ് are dash kind of hospitals. Okay, small sized hospitals. ഓപ്ഷനിൽ ഏത് ടിക്ക് ചെയ്ത് കൊടുക്കണം? സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽസ് ടിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു എക്സാമ്പിൾ, ദ ഹോസ്പിറ്റൽ ഹാവ് മോർ ദാൻ 100 ബെഡ്സ്. മോർ ദാൻ 100 ബെഡ്സ്. അങ്ങനെയാണെങ്കിൽ ഏത് ഹോസ്പിറ്റൽസ് ആണ്? ലാർജ് ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി dash hospitals are outsourced various service like laboratory, radiology, pharmacy. Dash hospitals are outsourced various kinds of services like laboratory, radiology, pharmacy. ഏത് ഹോസ്പിറ്റൽസ് ആണ്? ഏത് ഹോസ്പിറ്റലാണ്? സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽസ് ആണ് കേട്ടോ. സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽസ് ആണ് കൂടുതലായിട്ട് ഔട്ട്സോഴ്സ് ചെയ്യുന്നത്, പുറത്തു നിന്ന് എന്ത് ചെയ്യുന്നത്? സർവീസ് വാങ്ങിക്കുന്നത്. ഓക്കെ, ലാർജ് ഡാഷ് ഹോസ്പിറ്റൽ ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ്. ഡാഷ് ഹോസ്പിറ്റൽസ് ഓഫർ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ്. അതും ലാർജ് ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, dash hospitals approximately provide 30 to 100 beds. Generally recognized as dash hospitals. 30 to 100 beds. Mid-sized hospital, mid-sized, medium-sized hospital, mid-sized hospital. Correct ആണ്. അടുത്തത് ലെവൽ ഓഫ് കെയറിന്റെ ബേസിലാണ്. In government system, primary health centers are example for dash type of hospitals. In government system, primary health centers are the example for dash types of hospital. Primary care ശ്രദ്ധിക്കണം, കെയർ ആണ്. ലെവൽ എന്ന് പറയുന്നത് പ്രൈമറി കെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി dash hospitals only provide outpatient consultation, vaccination, medicine for simple alignment, seasonal infection, normal deliveries. അപ്പൊ അതാണ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ്, ഓക്കെ, dash hospitals are better resourced than primary hospital and can handle large number of emergency cases. Dash hospitals are better resourced than primary hospital and can handle large number of emergency cases. Secondary hospitals ആണ്. അടുത്തത് ഏതാണ്? The dash hospitals provide the most advanced level of care. The most advanced level of care. Medical college is an example for dash hospital. Medical college is an example for dash hospital. Okay. Community health centers are an example for dash hospital. Community centers. Question. Community centers are example for dash hospital. Secondary care hospitals ആണ്. കെയർ മറക്കണ്ട, tertiary, primary കെയർ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ള ചാൻസ്. നിങ്ങൾ
മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മോക്ക് ടെസ്റ്റിന് ആൻസർ വരുന്ന ഓപ്ഷൻസ് ആണ്. അത് എന്ത് ചെയ്യാൻ ടിക്ക് ചെയ്താൽ മതി. കറക്റ്റ് ആൻസർ നോക്കിയിട്ട് പഠിക്കുക. ഇപ്പം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ക്ലാസ്സിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ? ഇനി ആർക്കും ഇനി വീട്ടിൽ പോയി പഠിക്കാം അങ്ങനെ ഒരു ക്ലിയർ എല്ലാവർക്കും ക്ലിയർ ആയിട്ടല്ലേ ഞാൻ എടുക്കുന്ന ക്ലാസ് വ്യക്തമായിട്ട് മനസ്സിലായ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇപ്പൊ ആൻസർ ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നി എല്ലാവർക്കും മനസ്സിലായി തോന്നി. അപ്പം നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ഉണ്ട്, നാളെ ഉണ്ടാവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ്. നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഇനി എന്റെ ക്ലാസ് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. അപ്പൊ എന്റെ പേര് ഓർമ്മയില്ല എല്ലാവർക്കും, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഏതാ മിസ് ഓർക്കുകയും. എന്റെ പേര് അപർണ എന്നാണ് കേട്ടോ. അപ്പൊ നടക്കണ്ട എന്റെ ക്ലാസ്. ഓക്കെ, പിന്നെ അടുത്ത വീക്കിലായിരിക്കും വരുന്നത്, അടുത്ത വീക്കില്. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു. താങ്ക് യു.